ഇരുന്നോളൂ. കേട്ടാ, ഇത് സാങ്കല്പിക കസേരയായി എന്ന് എഴുതി വെക്കൂ. ഓക്കെ, ഇനി ഇതേമാതിരി നമുക്ക് സാങ്കല്പിക മെഷീൻ ഓക്കെ. അപ്പൊ നമുക്ക് സാങ്കല്പിക മെഷീൻ ഇരുന്ന് തയ്യല് പഠിക്കാം. ഈ തയ്യൽ പഠിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് സുസുക്കി കമ്പനി നിർമ്മിച്ചിരിക്കുന്ന അദൃശ്യമായ ഒരു മെഷീനാണ് ഈ സാങ്കല്പിക മെഷീൻ. ഈ മെഷീനിൽ കയറിയിരിക്കുന്നു, തയ്ക്കുന്നു. എങ്ങനെയുണ്ട്, കാണണോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഈ കൊച്ചു സുഹൃത്തിന് ബാസിദിന് ഒരു അടിപൊളി ക്ലാപ്പ് കൊടുക്കും. സാങ്കല്പിക മെഷീനിൽ ഇരിക്കാൻ പോകുന്നു. ഓക്കെ. ഇതിനു മുമ്പ് ഇദ്ദേഹം പല മെഷീനിൽ ഇരുന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ജോലി? ബിടെക് എവിടെ? കുളപ്പള്ളി. ഓക്കെ. അപ്പൊ എന്റെ കൈവശം അല്ല, ഞാൻ വിചാരിച്ചു കൊലപ്പുള്ളി ആയിരിക്കുന്നു. അല്ല. ഓക്കെ. ഇതിന്റെ അകത്ത് എത്ര കളർ ഹാൻഡ് കർച്ചീഫ് ഉണ്ട്, എത്ര ടവലുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? 4 വ്യത്യസ്തമായ കളർ ടവലുകളാണ്. ഈ ടവലുകൾ നമുക്ക് ഒരുമിച്ചൊന്ന് തയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തയ്ക്കണമെങ്കിൽ മെഷീൻ വേണം, നൂല് വേണം, സൂചി വേണം. പക്ഷേ ഈ നൂലും സൂചിയും ഒന്നും ഇല്ലാതെ വെള്ളമില്ലാത്തടത്ത് നീന്തൽ പഠിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ഇത് വെള്ളമില്ലാത്തടത്താണ് ഞാൻ നീന്തൽ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളെ. അപ്പം കണ്ടോ, ഇത് ഒന്ന് മോൻ ഇതെല്ലാം ഒരുമിച്ച് ഒന്ന് പിടിക്കൂ. ഒരുമിച്ച്. ഹലോ, മാജിക് CD ഇട്ടോളൂ. ഓക്കെ, അത് പിടിച്ചോളൂ. ഓക്കെ, അതൊന്ന് ചുട്ടു ഈ കയ്യിൽ വയ്ക്കുക. ഇനിയാണ് നമ്മള് ഫോക്കസ് ആബ്രകഡാബ്ര. ഫോക്കസ് ആബ്രകഡാബ്ര. ഫോക്കസ് ആബ്രകഡാബ്ര. കൈ ഇങ്ങനെ ആക്കാം പയ്യെ. ഇനി എന്റെ സാങ്കല്പിക മെഷീനിലേക്ക് നിങ്ങൾ കാല് വെച്ച് കയറുന്നു. നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഒരു കൈ കൊണ്ട്, ഈ കൈ കൊണ്ട് റിങ് കറക്കുക. ഇവിടുത്തെ മെഷീന്റെ ഒരു വീലുണ്ട്, അവിടെ സാങ്കല്പിക മെഷീൻ അവിടെ തിരിച്ചോളൂ. അതോടൊപ്പം തന്നെ ചവിട്ടുകയും ചെയ്യണം. ഒന്ന് ചവിട്ടിക്കോളൂ. കാല് ഫ്ലെക്സിബിൾ ആക്കാം. കാല് മുട്ടും ഫ്ലെക്സിബിൾ ആക്കാം. രണ്ടും ഒരുപോലെ. നിങ്ങളും വീട്ടിൽ ചെന്ന് ഇതേമാതിരി ചെയ്താൽ മതി. നൂല് സൂചിയുടെ ആവശ്യമില്ല. ഫോക്കസ് ആബ്രകഡാബ്ര. നിങ്ങളുടെ സുഹൃത്തിനെ വിളിക്കൂ. ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് ഫവാസ്. ഒന്ന് മുകളിലേക്ക് വന്നാൽ കൊള്ളാം. താഴത്ത് വീണാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. അത് ആദ്യം പറയുന്നത്. ഫവാസിന്റെ കയ്യിലേക്ക് കർച്ചീഫ് കൊടുക്കുക. ഫവാസ്, ഞാൻ തയ്യൽ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയൂ. ഫവാസ്, ഞാൻ തയ്യൽ പഠിച്ചു കഴിഞ്ഞു പറയാം. ഞാൻ തയ്യൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. ബിടെക് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല. പഠിക്കേണ്ട ആവശ്യം. ഓക്കെ. തയ്യൽ പഠിച്ച പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അതാ പറഞ്ഞ. ഇനി ഫവാസ് ഒബ്രേക്ക പറയുക, എന്നിട്ട് ഒരു ഊതുക. ഊതിക്കൊള്ളു. ഒബ്രേക്ക. എന്നിട്ട് ഇങ്ങനെ കുടഞ്ഞു നോക്കൂ. കുടയുക. ഓക്കെ. അപ്പൊ ഫവാസിനും രണ്ടുപേർക്കും ഇപ്പൊ തയ്യൽ പഠിച്ചു. രണ്ടുപേരും തയ്യൽ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 1200 രൂപയാണ് ഇതിന്റെ ദക്ഷിണ. അത് തന്നിട്ട് വേണമെങ്കിൽ പോയാൽ കൊള്ളായിരുന്നു. ഓക്കെ, ബൈ. അപ്പൊ ബാക്കി നമുക്ക് പപ്പറ്റ് ഷോ അടുത്ത കണ്ടിന്യൂ കണ്ടുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഈ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ.